ഞാനത് മൈക്ക് കൂടെ വിളിച്ച് പറഞ്ഞു, ദൈവമേ, എല്ലാരും കേൾക്കുകയും ചെയ്തു. അവളുള്ള കോൺഫിഡൻസ് പോയി കാണും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഒരു ദാസേട്ടൻ വൈബ് പാട്ടുകൾ ഇങ്ങനെ പിടിച്ചു പോകുന്നതാണ്. കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാം. ഡിജിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സ്റ്റാർ സിംഗർ, ഏഷ്യനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 9 നമ്മുടെ എല്ലാം അഭിമാനമായ ബൽറാമാണ്. ബൽറാമിന്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് ബൽറാമിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഞാനുണ്ടല്ലോ ഈ ബൽറാം എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഇൻസ്പെക്ടർ ബൽറാം. അപ്പൊ ആ പേര് അച്ഛനും അമ്മയും ആരെങ്കിലും മമ്മൂട്ടി ഫാനോ മോഹൻലാലേട്ടൻ ഫാനോ അങ്ങനെയെങ്കിലും ആയിട്ടാണോ ആ പേരിട്ടത്? അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അറിയില്ല. അച്ഛനായിരിക്കും പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അച്ഛനാണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബൽറാം എന്നുള്ള പേര് ഇഷ്ടമായതുകൊണ്ട്. അതെ അതെ, ഞാൻ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു പടം അന്നത് ഭയങ്കര ഹിറ്റ് പടമാണല്ലോ അന്നത്തെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ആരെങ്കിലും മമ്മൂക്ക ഫാനാണോ. എനിക്കൊന്ന് ബൽറാം പടം ഇറങ്ങിയ സമയത്ത് ഞാനില്ലെന്നോ. ഇല്ല അല്ല, അവരാണല്ലോ പേരിടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ബൽറാം ലാലേട്ടന്റെ ഫാനാണ്. ലാലേട്ടന്റെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഏഷ്യനെറ്റ് സ്റ്റാർ സിംഗർ. അപ്പൊ എത്ര മാസമായി ഇപ്പൊ അതൊന്ന് പുറത്തോട്ട് വന്നിട്ട്? പുറത്തോട്ടൊന്നും ഏകദേശം ഒരു വർഷമായി. റിലാക്സ്ഡ് ആയി, അത് കംപ്ലീറ്റ് ആയി. അങ്ങനെയൊന്നുമല്ല, കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഡെയിലി റുട്ടീൻ മാറി നമ്മള് നമ്മുടെ റുട്ടീനിലോട്ട് തിരിച്ചു വന്നു. ഷോസിന്റെ കാര്യങ്ങളൊക്കെ ജീവിതം ഒരു സ്നേക്ക് ആൻഡ് ലാഡർ പോലെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? പെട്ടെന്ന് ഇങ്ങനെ വന്ന് പിന്നെ ഒരു ലാഡർ കയറി സ്റ്റാർ സിംഗറിലോട്ട് വന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒരു ആ മാറ്റത്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആരും അറിയാത്തൊരു സ്ഥിതിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇത് പാട്ട് പാടുന്ന പയ്യനല്ലേ, പേരറിയില്ലെങ്കിൽ പോലും പാട്ട് പാടുന്ന ആളല്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതിക്ക് ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരാള് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് കേൾക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, പാട്ട് ഇഷ്ടമാണ് എന്നൊക്കെ കേൾക്കുന്ന തന്നെ വലിയൊരു ഭാഗ്യം. പിന്നെ ഫിനാൻഷ്യലി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഷോസ് കുറെ ചെയ്യുന്നുണ്ട്, കുറെ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഷോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം ഇപ്പോ കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ലത് മാത്രം. എനിക്ക് തോന്നുന്നു ആ ടാഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇപ്പൊ എവിടെ ചെന്നാലും സ്റ്റാർ സിംഗർ ബൽറാം എന്നായിരിക്കുമല്ലോ ആ ടാഗിന്. വളരെ ഒരു ടാഗ് ഒരു വലിയൊരു ടാഗ് തന്നെയാണ്. ഏത് ഷോസിനാണെങ്കിലും ഇപ്പൊ ആൾക്കാർ പരിചയപ്പെടുത്താണെങ്കിലും സ്റ്റാർ സിംഗറിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ബൽറാം എന്നുള്ളൊരു നല്ലൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ അത്? ഉറപ്പായിട്ടും. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെ നടന്നിട്ടാണ്. ഇപ്പോൾ എന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണ് സ്റ്റാർ സിംഗർ. അപ്പോ കുറെ സ്ട്രഗിൾ ഉണ്ട് ആ ഒരു ടാഗിന്റെ പിന്നില്. 2 റിയാലിറ്റി ഷോയിൽ അന്ന് പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സി കേരളത്തിലെ സരിഗമപ, അതുപോലെ തന്നെ സ്റ്റാർ സിംഗർ, രണ്ടും ഒരേ സമയത്താണ് ഓഡിഷൻസ് ഉണ്ടായത്. രണ്ടിലും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടിലും ഓഡിഷൻ പോയി അറ്റൻഡ് ചെയ്തതാണ്. സ്റ്റാർ സിംഗർ ആണ് ആദ്യം ലക്ക് വീണ് സ്റ്റാർ സിംഗറിലോട്ടാണ്. എങ്ങനെ പാട്ട് ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ടോ അതോ? ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ പാടുമോ? ഇല്ല, ആകെ ഞാൻ മാത്രമേ പാടുന്നുള്ളൂ. ഒറ്റപ്പാലത്തുകാരനാണ്, പാലക്കാടാണ്. മ്യൂസിക്കലി ഭയങ്കര പാലക്കാടല്ലേ? അതെ, ഞാൻ പാലക്കാടാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. മ്യൂസിക്കലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ. അതുകൊണ്ട് ഞാൻ അമ്മയും അച്ഛനും ആരെങ്കിലും പാടുന്ന ആൾക്കാർ വീട്ടില് ആരെങ്കിലും അമ്മാവൻ അല്ലെങ്കിൽ അല്ല, അങ്ങനെ സീരിയസ് പാട്ടുകാരൊന്നും ആരുമില്ല. ഞാൻ പാടുന്നുണ്ടാവും, പക്ഷെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. മൂളിപ്പാട്ട് പോലത്തെ പാട്ട് എല്ലാവരും പാടും. വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ ഞാനും ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കണ കണ്ടിട്ടാണ് എൻ്റെ ഒരു വല്യച്ഛനും വല്യമ്മയും കൊണ്ടുപോയി ഒരു മ്യൂസിക് ക്ലാസ്സിൽ ചേർത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഡിഗ്രി മ്യൂസിക് കോളേജിലായിരുന്നു, ചെമ്പൈ മ്യൂസിക് കോളേജിലായിരുന്നു പാലക്കാട്. പിന്നെ എപ്പോഴോ അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി പാട്ടിന്റെ പിന്നാലെ. അപ്പൊ അതിങ്ങനെ ഒരു പ്രൊഫഷൻ ആക്കി എടുക്കണം എന്നൊക്കെ വന്ന് തോന്നിയിട്ടുള്ള നിമിഷം എപ്പോഴായിരുന്നു? പ്രൊഫഷൻ ആക്കണം എന്ന് വിചാരിച്ചിട്ടില്ല, പാട്ട് വിടരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ വേണം. പിന്നെ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മേഖല പാട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നി. പ്രൊഫഷണലായോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പ്രൊഫഷൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടുമില്ല, പക്ഷെ ഇതിൽ ഞാൻ കംഫർട്ടബിൾ ആണ്.
പാട്ട് പാടുമ്പോഴായാലും പഠിക്കുമ്പോഴൊക്കെ ഈ ഡിവോഷണൽ സോങ്സ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. ഹിന്ദു ഡിവോഷണൽ സോങ്സും എല്ലാം റെക്കോർഡിങ്സ് ചെയ്തിരുന്നു. ആ. അല്ലാതെ ചെറിയ ചെറിയ ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡിങ്സ് ആ സമയത്ത് ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് റെക്കോർഡിങ്ങിന് പോയിട്ടുള്ളത്. ഫസ്റ്റ് റെക്കോർഡിങ് ചെയ്തിട്ടുള്ള അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലോട്ട് കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഒരു ആൽബം പാട്ടാണ് ഞാൻ ആദ്യം പാടിയത്. അതിപ്പോഴും യൂട്യൂബിലുണ്ട്. അത് ദേവദർശ എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ പാട്ടായിരുന്നു. ആ ചേച്ചി മ്യൂസിക് ചെയ്തിട്ട് ലിറിക്സ് എഴുതിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അത് പാടി പിന്നെ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി കുറച്ചും കൂടി നന്നാക്കായിരുന്നു. അത് മ്യൂസീഷ്യൻസിന്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ്. ഇത് പാടിക്കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി ശരിയാക്കായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ തോന്നി എനിക്ക്. പിന്നെ റെക്കോർഡിങ് ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോ കൺസോളിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കയറിയിട്ട് ഒരു ആൽബം ഒക്കെ പാടുന്നത്. പിന്നെ അന്ന് ഞാൻ ചെറുതാ. എങ്ങനെയാണ് എനിക്ക് വോക്കൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പാടുന്നു, ഹെഡ്ഫോൺ വെക്കുന്നു, പാടുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ റെക്കോർഡിങ് എളുപ്പമല്ല എന്ന് മനസ്സിലായി. പക്ഷെ പണ്ടത്തെ കാലം നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമാണ്. അല്ലേ? കുറെയൊക്കെ ഹെൽപ്ഫുൾ ആണ് ഇപ്പോഴത്തെ ടെക്നോളജി വൈസ്. പക്ഷെ എന്നാലും റെക്കോർഡിങ് അത്ര എളുപ്പമല്ല. അല്ല പണ്ട് കേട്ടിട്ടുണ്ട് ഒറ്റ ടേക്കില് അങ്ങോട്ട് പോണം, അല്ലെങ്കിൽ വളരെ കുറച്ച് ലൈവ് പാടുന്നത് എളുപ്പമൊന്നുമല്ല. ലൈവ് പാടുന്ന പറഞ്ഞാൽ ഓഡിയൻസിന്റെ അടുത്തുനിന്ന് അപ്പപ്പോ കിട്ടുന്ന ഒരു ലൈവിൽ നമ്മുടെ എനർജിയാണ് ആ ഷോ സക്സസ് ആക്കേണ്ടത്. അത് വേറെ തന്നെ ലീഗ. അതെ അതെ അതെ. ഐഡിയ സ്റ്റാർ സിംഗർ ഐഡിയ ഇല്ലാട്ടാ. ഏഷ്യനെറ്റ് സ്റ്റാർ സിംഗർ ഇപ്പൊ അവരിപ്പോഴും ഫ്രണ്ട്സിന്റെ അടുത്ത് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അവര് കാണാറുണ്ട്. അവരെല്ലാരും എറണാകുളത്തുണ്ട്. പിന്നെ പലരും ഇതുപോലെ തന്നെ ഷോസ് ആയിട്ട് ബിസിയാണ്, തിരക്കാണ്. എറണാകുളത്തുണ്ട് എല്ലാവരും. അവരുടേതായിട്ടുള്ള ഷോസ് കാര്യങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ നമ്മുടെ സീസൺ 10 നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് 10 പേരും. ഇപ്പൊ ജൂനിയേഴ്സ് വേഴ്സസ് സീനിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൗണ്ട്. അങ്ങനെ വേഴ്സസ് എന്ന് പറയാനൊന്നും പറ്റില്ല. നമ്മുടെ ഒരു പഴയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെ അവരെല്ലാവരും കാണുന്നു. പിന്നെ അവരുടെ കൂടെ ഒക്കെ പാട്ട് പാടാൻ പറ്റുന്നു. നമ്മള് പാടിയിരുന്ന സ്റ്റേജിലേക്ക് ഫ്ലോറിലേക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ആദ്യം വന്നിട്ടുള്ള ഒരു സമയത്ത് ആ ഒരു പേടിയും കാര്യങ്ങളും ഇപ്പൊ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് കുറച്ച് വിഷമമുണ്ട്. കാരണം മുമ്പ് നമ്മുടെ ഒരു ഫ്ലോർ ആയിരുന്നു അത്. ഇപ്പൊ നമ്മുടെ ഫ്ലോറിലല്ലോ, നമ്മള് ഗസ്റ്റ് ആയിട്ടല്ലോ. അവിടുത്തെ സീനിയേഴ്സ് ആണല്ലോ. അതെ. റാഗിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ അവരുടെ പാട്ട് കേൾക്കുമ്പോ എനിക്കാ പേടിയാവുന്നു. അവര് എന്നെ റാഗി വന്നായിരുന്നു പേടി. നല്ല സിംഗേഴ്സ് ആണ്. പിന്നെ എന്താ പറയണ്ട, ഒരു കമ്പാരിസൺ ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഈ റിയാലിറ്റി ഷോ തന്നെ അങ്ങനെയാണല്ലോ. ഒരുപാട് പുറത്തുനിന്ന് കാണുമ്പോ ഒരു കമ്പാരിസൺ വൈസ് അത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കമ്പയർ ചെയ്യാനൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ട് സിംഗിങ്ങില്. നല്ല സിംഗേഴ്സ് ആണ് എല്ലാവരും. പിന്നെ അല്ല ലാസ്റ്റ് ഒരു 4-5 മിനിറ്റിന്റെ ഒരു ഇതിലാണല്ലോ വിധി. അതെ പാടുന്ന 5 മിനിറ്റിലേ ഉള്ളൂ. അതിന്റെ പുറത്ത് എത്ര നന്നായി പാടിയാലും ആ ഒരു 5 മിനിറ്റല്ലേ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ത്രോട്ടിന് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് എടുത്ത സോങ് ഭയങ്കര ടഫ് സോങ് ആയിരുന്നു. അല്ല അതിന് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെയിൻ വരുമല്ലോ. ഒരുപാട് പ്രാക്ടീസ്. അത് പിന്നെ അതിനെപ്പറ്റി ഒരു സംസാരം ഞങ്ങൾ ഗ്രൂമേഴ്സിനൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചെങ്കിലും അതൊന്ന് പാളാൻ കാരണം ഞാൻ ഓവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം. അത് അതിനേക്കാൾ നന്നായിട്ട് ഞാൻ ഗ്രൂമേഴ്സിന് പാടിക്കൊടുത്തിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടായിരുന്നു. അത് അവർ മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ എന്താന്ന് വെച്ചാൽ ആ ഒരു പാട്ടിന്റെ ടഫ്നെസ് നോക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പോകുമല്ലോ. ഞാൻ കുറച്ച് അധികം ചെയ്തു പോയി. അതാണ് കുഴപ്പമില്ല. അല്ല എനിക്ക് തോന്നുന്നു മെന്റേഴ്സ് ഒരു 10 പേര്. ഒരുപാട് നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ആ ഗ്രൂമിങ് ടൈം തന്നെ നല്ലതായിരുന്നു. നമ്മുടെ വോയിസിന് തന്നെ അവർക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് എത്രത്തോളം റേഞ്ചിൽ പാടാം, അത്ര കുറയ്ക്കാം എന്നൊക്കെ. അത് ഞാൻ കുറെയൊക്കെ എൻ്റെ ഈ വോക്കൽ പ്രൊഡക്ഷനിൽ കുറെ ചേഞ്ചസ് വരുത്തിയത് അവിടെ ഗ്രൂമിങ്ങിന് വന്നതിന് ശേഷമാണ്. നമുക്ക് ചേഞ്ചസ് വരാൻ പറ്റും എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഒരു ദാസേട്ടൻ വൈബ് പാട്ടുകൾ ഇങ്ങനെ പിടിച്ചു പോകുന്ന ഒരാളായിരുന്നു. എന്നെ കൊണ്ടാണ് തനിയൊക്കെ പാടിച്ചത്. രാവേറെയായി പോലത്തെ ഭയങ്കര പിച്ചുള്ള പാട്ടൊക്കെ പാടിച്ചത്. പാടാ അത് പാടിയാ ശരിയാവും പറഞ്ഞത് എങ്ങനെ പാടണം എന്നൊക്കെ പറഞ്ഞെന്ന് പാടിക്കാൻ ആ മിഥുൻ ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിഥുൻ ചേട്ടനാണ് എന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തള്ളി വിട്ടത്. പക്ഷെ തള്ളി വിട്ടോണ്ട് മനസ്സിലായി നമുക്ക് ഇത്ര റേഞ്ച് ഉണ്ട്. അതെ ഉറപ്പായിട്ടും.
കാരണം അവർക്കതറിയാം, ആ, അവർക്ക് നമ്മള് ഓരോരുത്തരുടെ കാലിബറിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. മിഥുൻ ചേട്ടൻ ഇപ്പോഴും ഇപ്പൊ ഒരു പാട്ട് പാടി കേട്ട് കഴിഞ്ഞാൽ എടാ അവിടെ ഒന്നും കൂടി ശരിയാക്കാം, ഇതാണ് ശരിയാക്കേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ട അപ്പോഴാണ് ഇത് പോയിന്റ്. ശരിയാവാന്ന് മിഥുൻ ചേട്ടൻ പറഞ്ഞു തരാറുണ്ട് എപ്പോഴും. എല്ലാവരും കേട്ടോ, ഷെരീഫ് ആയാലും അവിടെയുള്ള എല്ലാ ഗ്രൂമേഴ്സും. പേര് പറയുകയാണെങ്കിൽ 10 പേരുടെ പേര് അതെ അതെ പറയണം. മാഷൊക്കെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ജഡ്ജസിന്റെ ആണെങ്കിലും പറയണം എല്ലാവരുടെയും ഉറപ്പായിട്ടും പേരുകള്. ഉറപ്പായിട്ടും ചിത്ര ചേച്ചിയുടെ ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ അല്ലെ. ചേച്ചിയുടെ ഒക്കെ കൂടെ എന്താ പറയാ, കൂടെ നിക്കുക എന്നുള്ളതും പാട്ട് ചിത്രേച്ചിക്ക് പാടിക്കൊടുത്തിട്ട് ജഡ്ജ് ചെയ്യാന്നുള്ളതും ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്തവർ. കാരണം നമ്മള് റേഡിയോയിലും ടി വിയിലൊക്കെ മാത്രം കേൾക്കുന്ന ഒരു ശബ്ദം നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് ബൽറാം ഈ പാട്ട് നന്നായിട്ട് പാടി എന്നൊക്കെ പറയുമ്പോ അത് സത്യം പറഞ്ഞ വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സൗഹൃദങ്ങൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറയുന്നത് ഉണ്ട്. ചിത്രേച്ചി വീട്ടിലടുത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, മലയാളികൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു നിമിഷങ്ങളിൽ ഒന്നാണ് ആ ഒരു സ്നേഹം എന്ന് പറയണത്. എന്താ പറയണ്ട, അത് പറയാനായിട്ട് എനിക്കറിയില്ല. അടിപൊളിയാണ്. ചേച്ചി എവിടുന്ന് കണ്ടാലും ബൽറാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വരും, അല്ലെങ്കിൽ സംസാരിക്കും. എന്താ പറയാ, ഒരു അമ്മയെ സിത്തുവച്ചിയുടെ കൂടെ കുറെ ഷോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പൊ സിത്തുവച്ചി ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. വിധുചേട്ടനെയാണ് കിട്ടാത്തത്. ചേട്ടൻ ഇങ്ങനെ പാറി പറന്ന് എന്നാലും കാണാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്ത ഷോ ഏതാണ്? ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് എവിടാ ചെയ്തത്, ബഹ്റൈനിലൊരു ഷോ ചെയ്തത് ഞങ്ങളെല്ലാവരും സ്റ്റാർ സിംഗർ എല്ലാവരും കൂടിയിട്ട്. നല്ല രസമായിരിക്കും. അഫ്സൽക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഷോ ആണത് സ്റ്റാർ സിംഗേഴ്സിന്റെ കൂടെ? അല്ലല്ല, നമ്മൾ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഷോ എവിടുന്ന, പുറത്തേക്കാണോ നേരെ പോയത്? ഫസ്റ്റ് ഷോ പുറത്തായിരുന്നു. അത് സൗദിയിലാണ് നേരെ പോയത്. നല്ലൊരു അനുഭവമായിരിക്കും. ദമാമില് മധുചേട്ടനൊക്കെ ഉള്ള ഒരു ഷോസ് ആയിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു ഒരു ട്രിപ്പ്? അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമായിട്ടല്ല ഒരുമിച്ച് പോകുന്നത്. എല്ലാം ഒരേ വൈബുള്ള ആൾക്കാരും ഒരുപാട് കാലത്തെ പരിചയമുള്ള ആൾക്കാരും. അതിലേതെങ്കിലും മറക്കാനാവാത്ത വല്ല അനുഭവം ഉണ്ടോ പറയാൻ വേണ്ടി? എല്ലാം മറക്കാനാവാത്ത, അത് ആ ഒരു ട്രിപ്പ് ഒരിക്കലും ചിരി പറഞ്ഞ മറക്കില്ല. ഞങ്ങളുടെ ആ ഒരു വൈബിനകത്ത് മൊത്തം കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മറക്കാൻ പറ്റാത്തൊരു കാര്യം, ഭയങ്കര തണുപ്പായിരുന്നു അവിടെ പോയപ്പോ. കാറ്റും ഡിസംബറല്ല, ഒരു സമയത്താണ്. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോയിട്ട് അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാതെ അവിടെ ഒരു ജാക്കറ്റ്, നല്ല കട്ടിയുള്ള ജാക്കറ്റ് ആയിട്ട് അത് ഇട്ടിട്ട് സിബൊക്കെ ഓപ്പൺ എയർ ആയിരുന്നു. അത് ഒരു എന്താ ആംഫി തിയേറ്റർ പോലത്തെ ഒരു ഔട്ട്ഡോർ തിയേറ്റർ ആയിരുന്നു. മധുചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അല്ല അപ്പൊ കാറ്റടിച്ചു കഴിഞ്ഞാൽ തൊണ്ടക്കുള്ള ഒഴുകുമായിരുന്നു എല്ലാവരുടെയും. ആണല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ബൽറാമിന് അതിന്റെ ആവശ്യമില്ലല്ലോ. സൈഡിൽ കൂടെ പോയിട്ട് തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടാണല്ലോ പാട്ട് പാടാൻ വരണേ. ഇത് അവിടെ വന്ന ഗസ്റ്റ് പോലും അവിടെ ഞങ്ങളുടെ ടെന്റിന്റെ അകത്ത് ഇരുന്നിട്ട് ചൂട് കായായിരുന്നു. ആസിഫ് അലി, ആസിഫ് ക, അതുപോലെ തന്നെ നിഖില ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. നിഖില ചേച്ചിയൊക്കെ തണുപ്പ് സഹിക്കാൻ ടെന്റിന്റെ അകത്ത്. അവർക്ക് പ്രശ്നമില്ല, പാടുന്ന ആൾക്കാർക്കാണല്ലോ. നിങ്ങളുടെ ത്രോട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹരിയേട്ടൻ, നമ്മുടെ മൃദംഗം വായിക്കുന്ന ഹരിയേട്ടനൊക്കെ പറയണ്ടെങ്കിൽ വിരലൊക്കെ വെറുതെ ഇരിക്കുമ്പോ തന്നെ പോയിട്ടില്ലേ. അത് ഓപ്പൺ എയറും കൂടെ ആയതുകൊണ്ടായിരിക്കും. അത് ട്രിപ്പ് അടിപൊളിയായിരുന്നു. അത് മൊത്തത്തിൽ എന്താ പറയാ, ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നു. എത്ര ദിവസത്തെ ഷോ ആയിരുന്നു അത്? ഒരു ദിവസം ഒറ്റ ഷോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2-3 ദിവസം ഞങ്ങൾ ദമാമിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഷോസിന് പോയി. കുവൈറ്റിലും പോയി, ബഹ്റൈൻ, ഗൾഫ് കൺട്രീസിൽ, ദുബായ് കുറെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുറെ ഇൻഡിവിജ്വൽ ഷോസ് ആണ് എല്ലാവർക്കും. ഒരുമിച്ചുള്ള ഷോസ് കുറവാണ്. പക്ഷെ എന്നാലും ഇപ്പൊ ഇടവിട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ സെയിം പാട്ടുകൾ തന്നെയാണോ പാടുന്നത്, അതോ ഓഡിയൻസിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ട്? അതെ അതെ, അങ്ങനെയല്ല. ക്ലാസിക്കൽ, ലേറ്റസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എല്ലാ പാട്ടുകളും എൻജോയ് ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും. കാരണം അവര് അത് അല്ലെങ്കിൽ ചോദിക്കും. അങ്ങനെ ഒരു എന്താ സജഷൻസ് ആയിട്ട് എന്തായാലും ഒരാളെങ്കിലും വരാതിരിക്കില്ല. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അറബിക് സോങ് ആഡ് ചെയ്തിട്ടുണ്ട്? അറബിക് സോങ് എനിക്ക് അറിയാത്തില്ല. അല്ല, എനിക്ക് പുതിയ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ അറബിക് സോങ് പാടണത്, പ്രത്യേകിച്ച് നമ്മള് കേരള മലയാളീസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ അറബിക് ടച്ച് ഉള്ള ഏതെങ്കിലും മലയാളം പാട്ടുണ്ട് അതിലേക്ക് എടുത്തിട്ട് വരും. ഈ പാട്ടും ശബ്ദവും തമ്മിൽ ഭയങ്കര, പാട്ടും സംസാരം തമ്മില് ഡിഫറൻസ് ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കേൾക്കുന്ന കുറച്ച് കുറവാണല്ലേ?
എനിക്ക് ചില ഇന്റർവ്യൂസ് കേട്ടപ്പോ ദാസേട്ടന്റെ ഒക്കെ ഒരു സൗണ്ടിന്റെ ഒരു സ്ലാങ് ഇങ്ങനെ സംസാരത്തിന്റെ ശൈലി, ദാസേട്ടന്റെ സംസാരത്തിന്റെ ഞാനൊരു കമന്റിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പോഴാ ഒന്നുകൂടെ നോക്കിയത് കറക്റ്റ് ആണല്ലോ എന്നുള്ളത്. ഇങ്ങനെ ഒരു വേവ്. ഇത് ഞാൻ ആദ്യമായിട്ടാ എന്റെ അടുത്ത് ഒരാൾ പറയണേ, ദാസേട്ടന്റെ സ്റ്റൈലാണ് അങ്ങനെ അല്ല ചില സമയത്തുള്ള സംസാരം കേൾക്കുമ്പോ എവിടെയോ ഒരു അങ്ങനെ ഒരു ഇങ്ങനെ അറിയില്ല, കൂളായിട്ടിരുന്ന് പറയുന്ന സമയത്ത് എവിടെയോ ഒരു സ്ലാങ് വരുന്നുണ്ട്. എനിക്ക് പാലക്കാട് സ്ലാങ് ഇല്ല എന്താണെങ്കിലും. അതില്ല, അതെന്താ അത് പല നാട്ടിലും ഇങ്ങനെ പോയിട്ട് എനിക്ക് പാലക്കാട് സ്ലാങ് ഒന്നും, അതായത് ഒന്നാമത് ഒറ്റപ്പാലത്ത് ഒരു സ്ലാങ് ഇല്ല, ഒരു വള്ളവനാടൻ ഒരു അച്ചടി ഭാഷയാണ്. അപ്പൊ ഞാനിങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഓരോരോ ഭാഷകളും കാര്യങ്ങളൊക്കെ പഠിക്കല്ല കേട്ട് അതിന്റെ കൂടെ അഡാപ്റ്റ് ആയിട്ട് ഇപ്പൊ എനിക്കൊരു ഭാഷയില്ല. കോട്ടയത്ത് പോയ കോട്ടയംകാരുടെ ഭാഷ, എറണാകുളത്ത് ഭാഷ. സിംഗേഴ്സിനെ സംബന്ധിച്ച് നല്ല കാര്യമല്ല, നല്ലതാണ്. കാരണം നമുക്ക് ഇപ്പം ഓരോ സിനിമയ്ക്കും മോഡുലേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റണത് ഈ ഒരു സംഭവത്തിന് ഹെൽപ്ഫുൾ ആയില്ലേ. അതെ, ഒരു പാട്ട് പഠിക്കുമ്പോ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കുക. അപ്പൊ ഈ ഇത് പറഞ്ഞ പോലെ പ്രിക്കോഷൻസ് ഇൻ ദ സെൻസ്, ഇപ്പൊ സിനിമ കാണുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ആ പാട്ടിന്റെ അനുസരിച്ചിട്ട് ഇപ്പൊ ഏതിലേക്കാണ് ആ പാട്ട് കൊണ്ടുപോകേണ്ടെന്നുള്ള മൂഡ് ഉണ്ടല്ലോ. അത് നോക്കുകയാണെങ്കിൽ അങ്ങനെ വല്ലതും എടുക്കാറുണ്ടോ ചിലപ്പോൾ? അല്ലെങ്കിൽ ആ പാട്ട് അങ്ങനെ എടുത്ത് പാടാൻ, ഞാൻ ഇപ്പൊ സ്റ്റാർ സിംഗറിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. ഒരു പാട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ പാട്ടിന്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചിലപ്പോൾ ചിലവര് സിനിമ കാണുന്നുണ്ടാവും. അതാ ഞാൻ പറയാൻ വന്നത്, എന്റെ പരിപാടി അതാ. ഇമോഷൻസ് അഡാപ്റ്റ് ചെയ്യാന്നുള്ളത് കുറെയൊക്കെ പാട്ടിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു മൂവി കണ്ടിട്ട് പിന്നെ ആ ഒരു പാട്ടിലേക്ക് കേറുന്ന സമയത്ത് എന്തായാലും ഓരോ ഇമോഷൻ, ആ പാട്ടിന്റെ ഇമോഷൻ എന്താന്നുള്ളത് കിട്ടും. ഞാൻ ചെയ്യാറുള്ള അതായിരുന്നു. ഞാനിപ്പോ ഈ ഷോ കഴിഞ്ഞിട്ടുള്ള കുറെ ഇന്റർവ്യൂസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് സെയിം കാര്യം തന്നെയാ. ഇപ്പൊ ഷൂട്ടിന്റെ തലേന്ന് ഞാൻ ഏത് പാട്ടാ പാടണ ആ പടരുന്ന് കാണും. അത് എന്റെ ഒരു സ്വഭാവമായിരുന്നു. തലേന്നിരുന്ന് കാണും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അത് സമയമുണ്ട് അതിനൊക്കെ. പിന്നെ രാത്രി ഇരുന്ന് കാണും. രാവിലെ ഉറക്കം മൊത്തത്തിലില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പൊ ഉറങ്ങാണ്ടേ വന്നിരിക്കുന്നത്. ഈ റിക്ലൈനർ ഒന്നും കൂടി ഞാൻ അപ്പൊ ഉറങ്ങും. അതെ, നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പാട്ട് പഠിപ്പിക്കാൻ തന്നെ ഒരു പേടിയാവും. അത് നോക്കണ്ട, ഉറക്കൊക്കെ കണക്ക് തന്നെ. അപ്പൊ അന്നത്തെ എക്സ്പീരിയൻസ് തോന്നുന്നു ഇപ്പോഴും അത് ഇപ്പൊ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറെ പേരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്, അപ്പൊ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പടം കണ്ടിട്ട് പിന്നെ ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ആ ഒരു ഇമോഷൻ കിട്ടും. ഏത് സിറ്റുവേഷനിലാണ് ഈ പാട്ട് എന്നുള്ളത് നമുക്ക് ആ പാടുന്ന സമയത്ത് ഓർമ്മ വരും. ഞാനത് ഭയങ്കരമായിട്ട് കിട്ടിയത് അമ്മയെ പാടുന്ന സമയത്ത്. സത്യം, വാൽക്കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പടമാണ്. അതിപ്പോഴും മുഴുവനായിട്ട് കാണാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇമോഷണലി ഭയങ്കര വീക്കാണ്. ഭയങ്കര പക്ഷെ കണ്ടാ പറയില്ല. ഉള്ളോണ്ട് പറയുന്ന ഭയങ്കര വീക്കാ. ആണോ? അതെന്താണ് അങ്ങനെ അത്രയും വീക്കാവാൻ? അത് പീപ്പിൾ പ്ലീസിംഗ് പേഴ്സണാലിറ്റി ആണോ? PPP ആണോ? അതെന്താന്ന് ചോദിക്കാൻ പറ്റില്ല. അതെന്താന്ന് ചോദിക്കല്ലേ. അല്ല, മറ്റുള്ളവരെ സങ്കടം കാണുമ്പോ നമ്മള് കൂടെ ഇരുന്ന് സമാധാനിപ്പിച്ച് അങ്ങനത്തെ ഒബ്വിയസ്ലി അത് അങ്ങനത്തെ ഒരു രീതി തന്നെയാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു സ്റ്റാർ സിംഗറിലെ ഫ്രണ്ട്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അവരോട് ചോദിക്കണം. അല്ല, അവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എടാ നീ അന്ന് അങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് ഇങ്ങനെ ആയി. ഞാന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് എന്താ തോന്നണം അത് ഞാൻ പറയും. അതിപ്പോ കുറച്ച് കമ്മിയായിട്ടുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു, എന്നെ വഴി തിരിച്ചു വിട്ടു, എടാ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുന്ന ആൾക്കാരുടെ മനസ്സ് ഭയങ്കര ശുദ്ധാണ്. അത് കഴിഞ്ഞു. അതെ, ഞാനത് എന്താണ് പറയാനുള്ളത് അത് ഞാൻ ആദ്യമേ പറയും. നക്ഷത്രം ഏതാണ്? ചില നക്ഷത്രക്കാർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. എന്റെ തൃക്കേട്ട. ഓക്കെ, ഉദ്ദേശ നക്ഷത്രമല്ല. അതെ, ഉദ്ദേശിച്ച നക്ഷത്രം. അതിപ്പോ ഞാൻ പറഞ്ഞില്ല, ചതയക്കാര് അങ്ങനെ ഉണ്ട്. എന്റെ വീട്ടിലുണ്ടല്ലോ ആൾക്കാരാണ്. എന്റെ അമ്മയും സിസ്റ്ററും എന്റെ ഹസ്ബൻഡൊക്കെ ചതയ. അപ്പൊ അവര് എന്തെങ്കിലും കാര്യം കണ്ട പറയും. പക്ഷെ അത് കഴിഞ്ഞ അവരുടെ മനസ്സ് ഭയങ്കര ശുദ്ധമാണ്, ക്ലിയർ ആയത്. ചിലവരത് മനസ്സിലിട്ടിട്ട് ഇതാക്കുമ്പോഴാണ് അതല്ലേ കുറച്ചുകൂടി മോശം. അതാണ് മോശം. അത് മനസ്സിലിട്ട് പിന്നെ അത് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമായില്ലെങ്കിൽ അത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അത് തീർന്നു. അത് മനസ്സിലാക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാ, അല്ലെങ്കിൽ നമ്മളത് അവിടെ വിട്ടിട്ട് പോയി. പക്ഷെ അവരത് ഇങ്ങനെ അവനെ അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള സംഭവം. എനിക്ക് എന്താണോ പറയാനുള്ളത് അത് ഞാൻ പറയുകയും ചെയ്യും. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് ചില സമയത്ത് നല്ലതാണ്, ചിലപ്പോൾ അത് വെറുപ്പിക്കലാവുകയും ചെയ്യും. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനത്തെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും കുറച്ചും കൂടി ആലോചിച്ചിട്ടൊക്കെ വിളിച്ചും കണ്ടൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനൊരു ഡൈവേർഷൻ തന്നുകൊണ്ട് ഇപ്പോൾ
എന്ത് പറയുമ്പോഴും ഞാൻ ആലോചിക്കും ഇത് പറയണം, ഇത് ഇവിടെ പറയേണ്ട കാര്യമാണ്. കൺഫ്യൂസിങ് സ്റ്റേജിലോട്ട് ചിലതൊന്നും ഞാൻ പറയാറില്ല ഇപ്പൊ. കണ്ടാലും പറയില്ല. അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഗുണമുണ്ടോന്ന് ചോദിച്ചറിയില്ല. അല്ല, സ്റ്റാർ സിംഗേഴ്സിൽ ആർക്കെങ്കിലും അങ്ങനെ ഗുണം ചെയ്തിട്ടുണ്ടോ? ഈ ചിലപ്പോ ഈ കാരണം ഭയങ്കര ടെൻഷൻ ആണല്ലോ, അടുത്ത റൗണ്ട് അപ്പൊ ഇങ്ങനെ ആയിരിക്കുന്ന ആൾക്കാരുടെ അത് എനിക്ക് ചോദിച്ചപ്പോ ഒരു കാര്യം ഓർമ്മ വന്നത്, നന്ദ ഇതുപോലെ ഏതോ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഓർക്കസ്ട്ര ആ ഫ്ലോറിനകത്താണ്, നന്ദയും ദിശയും കൂടിയാണെന്ന് തോന്നുന്നു. ഫ്ലോറിനകത്ത് സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ ബംഗ്ര പോലത്തെ സാധനങ്ങൾ, ഡോല് പോലത്തെ എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കണം, ആരോമല വായിക്കണം. അപ്പൊ അത് വായിക്കണ സമയത്ത് എന്തോ ഒരു ഡിലേ വരുന്നുണ്ട്. ആ ഡിലേ ഇവൾക്ക് ഒരു ഇന്നിയർ വെച്ചിട്ടേ പാടുന്നുള്ളൂ, പലരും ഒരു ഇന്നിയർ വെച്ചേ പാടാറുള്ളൂ. ആ ഒരു ഡിലേ പ്രശ്നം കാരണം ഇവള് ഒരു ഇന്നിയർ അഴിച്ചിട്ടിട്ട് പാടുമ്പോ പ്രശ്നം വരുന്നുണ്ട്, പാടാൻ ടൈമിംഗ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അത് നമ്മള് 2 ഇന്നിയറും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാ അവൾക്ക് വോക്കൽ ബാലൻസ് ചെയ്യാനും പറ്റുന്നില്ല. അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ബാലൻസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ അവള് അത് കുഴപ്പമില്ല, അത് ഡയറക്ടർ സാറിനോട് പറഞ്ഞു, ദർഗ സാറിനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടാം, പ്രശ്നമില്ല. അത് കാരണം അവൾക്ക് ടൈമിംഗ് കിട്ടുന്നില്ല, അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ കോറസ് പാടാനായിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ടിരിക്കും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ താളം ഇങ്ങനെ മറിഞ്ഞു പോകുന്നത്. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു കേട്ടപ്പോ. ഞാൻ പറഞ്ഞു, നീ എന്ത് തേങ്ങ പറയണേ, അത് അഡ്ജസ്റ്റ് ചെയ്ത് പാടാന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. ഒന്നുകിൽ 2 ഇത് വെച്ചിട്ട് പാടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നീ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുക. സമയമില്ല എന്നുള്ള കേസ് കൊണ്ട് അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു, സമയമില്ല, പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം എന്നുള്ള കേസ് കൊണ്ട് ഒരിക്കലും ഇത് കോംപ്രമൈസ് ചെയ്യരുത്. കാരണം നീ എന്ത് പാടിയാലും അതേ അവിടെ ജഡ്ജ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇത് കോംപ്രമൈസ് ചെയ്തിട്ട് മാർക്കിനെ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഞാനത് മൈക്ക് കൂടെ വിളിച്ച് പറഞ്ഞു, എല്ലാരും കേൾക്കുകയും ചെയ്തു. അവളുള്ള കോൺഫിഡൻസ് പോയി. അല്ല, അവള് പറഞ്ഞു, അവള് ആ സ്പിരിറ്റിൽ എടുത്തിട്ട് അതെ, അവൾക്കത് മനസ്സിലാക്കാൻ പറ്റി ആ സമയത്ത്. അല്ലെങ്കിൽ ചിലപ്പോ എന്നെ എല്ലാരും കൂടി തെളിവിച്ചേനെ. എന്നിട്ട് അതെന്തോ ബാലൻസിങ് ശരിയാക്കി പാടി, നല്ല വൃത്തിയായിട്ട് പാടി. എനിക്ക് തോന്നുന്നത് 100 മാർക്കായിരുന്നു. എന്നിട്ട് അവളത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എടാ നീ അത് പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ അതിപ്പോ ഇങ്ങനെ ആവില്ലായിരുന്നു, ഇത് വേറെ എന്തെങ്കിലും പോലെ ആയിപ്പോയാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഓർത്തത് എന്താ പറഞ്ഞത് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് കറക്റ്റ് പോയിന്റ് വന്നു. അത് ഞാൻ ഇപ്പൊ ദേഷ്യമാണെങ്കിൽ ദേഷ്യം ഞാൻ പറഞ്ഞ അത് അവിടെ തന്നെ തീരും. പക്ഷെ അത് എന്താ പറയണെന്ന് ചിലപ്പോ കുറച്ച് മനസ്സിലാവില്ല. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞോണ്ട് ആ കുട്ടിക്ക് എന്നിട്ട് പാടാൻ പറ്റി. ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് ലിറിക്സ് ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പം ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് പാടണം. ലിറിക്സിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാ മാനേജ് ചെയ്യണം? അധികവും ഞാൻ തെറ്റിക്കാൻ ശ്രമിക്കാറില്ല. ലിറിക്സ് ആണ് ഞാൻ ആദ്യം പാട്ട് പഠിക്കുമ്പോ പഠിക്കാം. എന്നാലും തെറ്റിയിട്ടുണ്ട്. രാവേറയുടെ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പുറത്ത് കിടക്കുന്ന വാക്ക് അപ്പുറത്തും, അപ്പുറത്ത് കിടക്കുന്ന വാക്ക് ഇപ്പുറത്തും എടുത്ത് പാടി. അത് ആരും കണ്ടുപിടിച്ചില്ല. ഞാൻ തന്നെ പറഞ്ഞു അത് തെറ്റിപ്പോയി. ഇപ്പൊ കണ്ടുപിടിച്ചു. അല്ല, ഞാനത് മാർക്ക് ഇടുന്നതിന് മുമ്പ് ഞാൻ മാർക്ക് ഇടുന്നതിന് മുമ്പ് പറഞ്ഞു അത് മാതിരി തെറ്റിപ്പോയെന്ന്. അപ്പൊ അവരിങ്ങോട്ട് ചോദിച്ചു തെറ്റിപ്പോയോ ഏതാണെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ലിറിക്സ് ഒക്കെ തപ്പി. അപ്പൊ എനിക്ക് തോന്നി പറയണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായില്ല. ഇല്ല, ഞാൻ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ സെറ്റാക്കി. ഇപ്പൊ സ്റ്റേജ് ഷോസിൽ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യുക? കാരണം അത് കുറച്ചുകൂടെ ഓഡിയൻസ് ആയിട്ട് തെറ്റിക്കഴിഞ്ഞാലൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല അവരെ മൂഡിലാണല്ലോ എടുക്കണത്. ഇല്ല, തെറ്റിയാലും തന്നെ നമ്മള് മുഖത്ത് കാണിക്കാതിരിക്കുക എന്നുള്ള മെയിൻ ആയിട്ട്. നമ്മള് മുഖം കണ്ടു കഴിഞ്ഞാൽ തെറ്റിന്ന് മനസ്സിലാവുമല്ലോ. മാക്സിമം വരി പഠിച്ച് തന്നെ പാടാൻ നോക്കാറുണ്ട്. സ്റ്റേജ് ഷോസിന് എന്തായാലും ലിറിക്സ് വെച്ച് ഇതിന് വേണ്ടിട്ട് സപ്പോർട്ടിന് ലിറിക്സ് അവിടെ വെക്കും. ആ തനിയെ നല്ല പാട്ടാണെങ്കിൽ എല്ലാവരും ഒരുപാട് എല്ലാ പാട്ടുകളും ആണ്. ബട്ട് സ്റ്റിൽ എനിക്ക് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് അതാണ്. അത് എനിക്കൊരു 4 വരി. എനിക്കറിയാം ഉറക്കത്തിന്റെ മൂഡിലാണ്, ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് ആ പാട്ട് ഉറക്കല്ലാണ്ട് വരണമെന്നല്ല, ഈ പാട്ടൊന്നും പാടിപ്പിച്ച് 4 വരി പാടിപ്പിക്കണേ എന്നുള്ളത്. ഓക്കെ. ഇരവാകവേ പകലാകവേ കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാം ഇനി എന്നുമേ കൂടെ നീർത്തിടാം തണലേകിടാം ഒരു നല്ല നേരം വരവേറ്റിടാം. നിർത്തണോ? നിർത്തല്ലേ? ബാക്കി പാടി അങ്ങ് റേഞ്ച് ഹൈലേക്ക് എത്തും.
ഈ ഞാൻ തന്നെ clap ചെയ്തു. അതെ ഞാനും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം കേൾക്കണ എല്ലാരും ആ ചേട്ടനും ക്ലാപ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടന് ഇപ്പൊ എണീച്ചു ഉറക്കത്തിന്ന്. ഈ ഫാൻസിന് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്? എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്തേ ഉണ്ടാവുമല്ലോ, പാടുന്ന ആൾക്കാർക്ക് ഓഫ് കോഴ്സ് ഫാൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിക്കാറൊന്നുമില്ല. അത് ഫാനുള്ള വിശ്വസിച്ചു നിങ്ങളൊന്ന് വിളിച്ച് പറയല്ലേ. വിശ്വസിച്ചു. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ അറിയാതെ തന്നെ കുറെ ഫാൻ പേജും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും അറിയുന്നില്ല. അത് സന്തോഷം, എനിക്ക് സന്തോഷം. എന്താ പറയാ, പാട്ടിനെയും എൻ്റെ ഒരു ക്യാരക്ടർ, എന്നെ എന്തെങ്കിലും എൻ്റെ ഒരു രീതി ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പം എൻ്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ എൻ്റെ പാട്ടോ ശബ്ദമോ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയുന്നതിൽ തന്നെ വളരെ സന്തോഷം. ഞാൻ മാനേജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന മെസ്സേജസ് ഒക്കെ ഭയങ്കര ഡിലേ ആയിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. പെട്ടെന്ന് കൊടുക്കാൻ പറ്റാറില്ല. ചിലപ്പോൾ ഇന്ന് അയക്കുന്ന മെസ്സേജ് അടുത്ത കൊല്ലമായിരിക്കും ഞാൻ റിപ്ലൈ കൊടുക്കാൻ. അങ്ങനത്തെ ചെറിയൊരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ബർത്ത്ഡേക്ക് അയക്കുന്ന മെസ്സേജൊക്കെ ഞാൻ ചിലപ്പോൾ പിറ്റേ വർഷമൊക്കെ ആയിരിക്കും കാണുക. അങ്ങനത്തെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ആരും എന്നെ കുറ്റം പറയരുത്, അത് നോക്കാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഒരാളെ വെക്കേണ്ടി വരില്ലേ ഇൻസ്റ്റാഹോ അല്ല, അങ്ങനെ പറഞ്ഞു അതിനുള്ള ഒരു തിരക്കും ഇല്ല, എന്നാ നോക്കാൻ പറ്റുന്നില്ല. അല്ല, അങ്ങനെ ഫുൾ ടൈം ഇൻസ്റ്റയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല. കൂടുതൽ ഇപ്പൊ ഷോസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് സമയം. അല്ല, എനിക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞൊരു ചടങ്ങ് പരിപാടിയാ. അല്ല, ഇപ്പൊ കുറച്ചും കൂടെ ഈ ഫാൻസിനൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പണ്ട് ഇതൊക്കെ നമ്മളെ കത്തിലൂടെ പണ്ട് കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു കുറെ കത്തുകൾ വരും, അത് വരുന്ന ഓരോന്നും വായിച്ച് റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു. അതും ശരി. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നോ പണ്ട്? ആയിരുന്നു വെച്ചാൽ പണ്ടായിരുന്നു. പണ്ട് ഇങ്ങനെ കവറൊക്കെ ചെയ്ത് ഇടുമായിരുന്നു. കവർ ചെയ്തിടാനൊക്കെ ഇപ്പൊ ഇങ്ങനെ ആള് കൂടുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് ഇടും. അല്ലാതെ വർക്ക് ചെയ്യും, റെക്കോർഡൊക്കെ ചെയ്യും. ചിലപ്പോ എനിക്ക് ഇഷ്ടാവില്ല, അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യും. റെക്കോർഡ് എന്ന് പറയുമ്പോ വോക്കൽസ് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ട് മിക്സ് ചെയ്യുക ചെയ്യും. വോക്കൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കേട്ട് നോക്കുമ്പോ ഇത് വരുന്നു കവർ സോങ്ങിന്റെ. പിന്നെ അത് കമ്പോസിംഗ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് അത്രയും വിവരം എനിക്ക് ഇല്ലാത്തോണ്ട് പറയാൻ പറ്റില്ല. ഭാവിയിൽ കമ്പോസിംഗിന്റെ ഒരു കമ്പോസറായി പറ്റില്ല. അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ അതിനുവേണ്ടി ഇരുന്നിട്ടില്ല. ഇപ്പം മ്യൂസിക് അല്ലെങ്കിൽ വേറെ എന്താ ഹോബീസും കാര്യങ്ങളൊക്കെ ഉള്ളത്? പാട്ട് കേൾക്കും. എപ്പോഴും കൂടെ കൊണ്ട് നടക്കണ എന്താ പാട്ട്? സ്പീക്കർ. അത് ശരി. എന്റെ കയ്യിൽ എപ്പോഴും ഒരു സ്പീക്കർ ഉണ്ടാവും. അതില് പ്ലേലിസ്റ്റിലെ പാട്ടുകളൊക്കെ ഏതാ? പ്ലേലിസ്റ്റില് അങ്ങനെ ദാസേട്ടന്റെ സാറിന്റെയും മധുചേട്ടന്റെയും പാട്ടുകൾ കൊറേ കേൾക്കും. അത് പണ്ട് തൊട്ടേ ദാസേട്ടന്റെ പാട്ടുകൾ മാത്രം കേട്ടിട്ടുള്ളൊരു എന്താ പറയാ, കുട്ടിക്കാലം മുതലേ ആ പാട്ട് കേട്ട് ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത് കേൾക്കുമ്പോ അല്ലെങ്കിൽ അത് പാടുമ്പോ ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആവും. മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ നോക്കും. ഹാപ്പി ആവുമെന്ന് എനിക്കറിയില്ല. പാട്ട് മ്യൂസിക് ഹീൽസ് എന്ന് പറയാറില്ലേ? മ്യൂസിക് ഭയങ്കര ഒരു ഹീലിംഗും കൂടിയാണ്. അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ അനുഭവങ്ങള് പാട്ട് കേട്ടിട്ട് ഭയങ്കര സന്തോഷം നിറഞ്ഞതാണെങ്കിലോ ഇമോഷണലി എവിടെയെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം? അത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് പാട്ട് കേട്ടിട്ട്. ഞാൻ ചോദിച്ചത് കറക്റ്റാണ്. അല്ല, എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോ ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെ പറഞ്ഞപ്പോ കുറെ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ആ പാട്ട് കണക്ട് ആയി, എനിക്ക് കരച്ചില് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഷോയിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോ തനിയെ പാടിയിട്ട് മൂവന്തിയൊക്കെ പാടിയിട്ട് ഭയങ്കര രസമായിരുന്നു. ആ ഒരു സിനിമയുടെ ആ ഒരു ഫീലൊക്കെ കണ്ട പോലെയൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അവരുടെ നിലവിലെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന പോലെ. ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോ നമുക്ക് ഇമോഷണലി സങ്കടം വന്നിട്ട് പാടുന്ന വല്ല റെക്കോർഡിങ്സ് ഉണ്ടായിട്ടുണ്ടോ? ചില പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ടച്ച് ചെയ്തിട്ട് പാടുന്ന. അങ്ങനെ പാടി എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. സങ്കടം വരുത്തി പാടാറുണ്ട്. സങ്കടം വരുത്തിച്ച് പാടാറുണ്ട്. അങ്ങനെയല്ല, ഞാൻ പാട്ടുകൾ കുറ്റം പറയല്ല. അങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ ഓരോ മൂഡിലിരിക്കുമ്പോ ഏത് ടൈപ്പ് സോങ്സ് ആണ് കൂടുതൽ കേൾക്കാൻ താല്പര്യം? ഗസൽസ് ഒക്കെ ചില ആൾക്കാർ കേൾക്കുമ്പോൾ ഭയങ്കര റിലാക്സിങ് ആയിരിക്കും. കേൾക്കാറുണ്ട്. ഹരിജിയുടെ ഗസൽസ് ഒക്കെ കുറെ കേൾക്കാറുണ്ട്. അങ്ങനത്തെ ഒരു മൂഡിലിരിക്കുമ്പോ അങ്ങനത്തെ ഓരോ മൂഡിലല്ല, അത് ഇപ്പൊ എനിക്ക് കേൾക്കാൻ തോന്നുന്ന ഒരു സമയം ഉണ്ടല്ലോ, ഇന്ന പാട്ട് കേൾക്കണം,
തോന്നുമ്പോൾ ചിലപ്പോൾ ആ പ്ലേലിസ്റ്റ് തന്നെ വെക്കും. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആ സ്പീക്കറിന്റെ റെസ്റ്റ് ഒന്നുമില്ല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ എപ്പോഴും പാട്ട് കേട്ട് തന്നെ നടക്കുന്ന, ഒരു ഇയർഫോൺ അല്ലെങ്കിൽ ഒരു ഇയർഫോണെങ്കിലും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. പാട്ട് കേൾക്കുക തന്നെ. ഒരു പാട്ട് പാടുമ്പോഴേ നമുക്കിപ്പം ഞാൻ പാടിയ ഒരു പാട്ട് ഇന്നൊരാൾക്ക് എത്തിക്കണം. ഇപ്പം മ്യൂസിക് കമ്പോസർ ആവാം, ആരെങ്കിലും ആവാം, ഇഷ്ടമുള്ള ആൾക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ല, ഇപ്പം ബൽറാം പാടിയ ഒരു പാട്ട് ഒരാൾക്ക് എത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? അത് ഏത് പാട്ടായിരിക്കും? ഇതെന്ത് ക്വസ്റ്റ്യനായത്? ഇതിനെങ്ങനെ ഞാൻ ആൻസർ പറയാ? നമുക്ക് മ്യൂസിക് കമ്പോസേഴ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല, അവരുടെ പാട്ട് എന്റെ പാട്ട് അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അത് പണ്ട് ഗ്രാൻഡ് ഓഡിഷൻ അമ്മ മഴക്കാരന് പാടിയപ്പോ അത് MG സാറ് കേട്ടിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അന്ന് ഞാൻ ഷോയിൽ വന്നിട്ടല്ലേ, എൻ്റർ ആയിട്ടേ ഉള്ളൂ. ലാസ്റ്റ് ഓഡിഷന് പാടിയല്ലേ, പിന്നെ വഴിയെ കേൾക്കുമായിരിക്കും. അന്ന് അങ്ങനെ എം ജി സാറ് ആ പാട്ട് കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ മഴക്കാരൻ അത് ഞാൻ കുറെ ലൈവിലും കുറെ പാടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് അമ്മ മഴക്കാരൻ. നമുക്ക് 4 പേര് ആ പാട്ട് പാടിയല്ലോ. പിന്നെ അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു, മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പാടുന്നത് കേൾക്കുന്നത് കണ്ടിട്ട് ആരും ഒന്നും ചോദിക്കരുത്, ഇവനെന്താ ഇങ്ങനെ പാടണേന്ന് ചോദിക്കരുത്. കുറച്ച് ദിവസമായിട്ട് ഉറക്കം ഒക്കെ പ്രശ്നമായതുകൊണ്ട് പക്ഷെ നമുക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല. എനിക്ക് അത്ര പാട്ടിനോടുള്ള അത്ര ഇത് അറിയുള്ളതുകൊണ്ടാണ്. പക്ഷെ അടുത്തിരുന്ന് പാടുമ്പോ ഇനി നിർത്തുകയാണല്ലോ എന്നുള്ളൊരു ഫീലാണ്. ഇനി എങ്ങനെ പാടിക്കാൻ പറയുന്നത് സ്റ്റേബിൾ അല്ല, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കേൾക്കുന്നവർ ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു.